ഇന്ന് നമുക്ക് പച്ചക്കൊഞ്ചും മാങ്ങയും ചേർത്ത് ഒരു കൊഞ്ചും മാങ്ങ തയ്യാറാക്കാം. അതിനായി 1.5 കപ്പ് തേങ്ങ തിരുമ്മിയത് ഒരു ചെവിട് കട്ടിയുള്ള പാത്രത്തിൽ അടുപ്പിൽ വെച്ച് ചെറുതായി ചൂടാക്കുക. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തു. അതുപോലെ ഒരു 10 ചുമന്നുള്ളി 2ആയി കീറിയതും അതിലേക്ക് ഇട്ട് കൊടുത്തു. തേങ്ങ മൂക്കേണ്ട കാര്യമില്ല, ചെറുതായിട്ട് ചൂടായാൽ മാത്രം മതി. തേങ്ങ നന്നായി ചൂടായി വരുന്ന സമയത്ത് കറിവേപ്പില ചേർത്തു. അതിനുശേഷം നമുക്കൊരു 1/2 സ്പൂൺ മല്ലിപ്പൊടി അതിലേക്ക് ചേർത്ത് കൊടുക്കുക. തേങ്ങ മാറ്റി നടുക്കിട്ട് നന്നായിട്ട് മല്ലിപ്പൊടി ചൂടായതിന് ശേഷം തേങ്ങയിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കുക. മല്ലിപ്പൊടി നന്നായി ചൂടായി എന്ന് ഉറപ്പായാൽ നമുക്കതിലേക്ക് ഇനി നമുക്ക് മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഒരു 3/4 സ്പൂൺ മുളക് പൊടി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കും. മുളക് പൊടിയും അതുപോലെ ചെറുതായി ഒന്ന് ചൂടായാൽ മാത്രം മതി. മുളക് പൊടി ചൂടായി കഴിഞ്ഞാൽ സ്റ്റൗ ഓഫ് ചെയ്യുക. തേങ്ങ ഒന്ന് ചൂടായിട്ട് മാത്രമേ ഉള്ളൂ. അതിനൊരു മിക്സിയുടെ ജാറിലേക്കിട്ട് ആവശ്യത്തിന് വെള്ളവും ചേർത്ത്, വെള്ളം ഒരുപാട് ഒഴിക്കേണ്ട, വെള്ളവും ചേർത്ത് നന്നായി നമ്മൾ അരച്ചെടുക്കുന്നു. ഇനി നമുക്ക് കൊഞ്ചു മാങ്ങ തയ്യാറാക്കാനായിട്ട് 1/2 കിലോ കൊഞ്ച് പൊളിച്ചത് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. മാങ്ങ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ പച്ചമുളകും വെച്ചിട്ടുണ്ട്. ഒരു ചട്ടിയിൽ നമ്മൾ അല്പം വെള്ളം ചേർത്ത് അരപ്പതിലേക്ക് ചേർത്ത് കൊടുക്കുന്നു. അരപ്പിനകത്ത് നമുക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം. അരപ്പിൽ വെള്ളം ചേർത്ത് നന്നായി അതിനെ ഇളക്കി അത് ചാറ് നമ്മളൊരു ചെറിയ കുറുകിയ പരുവത്തിൽ മതി. അതിലേക്ക് എരിവിനാവശ്യമായ പച്ചമുളക് കൂടി നമ്മൾ ചേർത്ത് കൊടുക്കും. അതിനുശേഷം മാങ്ങ തീരെ പൊടിയായി അരിയരുത്, ഇച്ചിരി വലിയ കഷ്ണങ്ങളായിരിക്കണം. വെന്ത് വരുമ്പം കൊഞ്ചിനോടൊപ്പം തന്നെ മാങ്ങയും കഷ്ണമായി തന്നെ നിൽക്കണം, അലിഞ്ഞു പോകാൻ പാടില്ല. ആവശ്യത്തിന് പുളിയുടെ അനുസരിച്ച് മാങ്ങ ചേർക്കുക. അതുപോലെ ഞാനിവിടെ നോൺ വെജിന് എപ്പോഴും ഉപയോഗിക്കുന്ന കല്ലുപ്പാണ്. അപ്പം കല്ലുപ്പും ആവശ്യത്തിന് ചേർത്ത് നന്നായി ഇതിനെ ഇളക്കി കൊടുക്കുക. ഇത് നന്നായി തിളച്ച് വരുന്ന സമയത്ത് ഇത് തൂവാതിരിക്കാൻ, അതായത് അരപ്പ് പാത്രത്തിൽ നിന്ന് പുറത്തു പോകാതിരിക്കാനായിട്ട് ഒരു 1/2 സ്പൂൺ വെളിച്ചെണ്ണ ഞാനിതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിനെ അടച്ചു വെച്ച് നന്നായി വേവിക്കുക. മാങ്ങ നന്നായി വെന്ത് കഴിഞ്ഞ് അതിൽ ചാറ് ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. ആ ചാറൊന്ന് കുറുകി മാങ്ങയും വേവുന്ന പരുവാകുമ്പോൾ നമുക്ക് കൊഞ്ച് ചേർത്ത് കൊടുക്കണം. അപ്പോൾ കൊഞ്ച് അതിലേക്ക് ചേർത്ത് കുറേശ്ശെയായിട്ടിട്ട് ഇളക്കി ഒരു 5 മിനിറ്റ് കൂടെ നമുക്കതിനെ വേവിച്ചെടുക്കാം. കൊഞ്ചിനധികം വേവില്ല. അപ്പം ഇതൊന്ന് കുറുകി മുകളിലെ എണ്ണ തെളിഞ്ഞ് വരുന്ന സമയത്ത് നമുക്ക് ഇത് സ്റ്റൗ ഓഫ് ചെയ്ത് നമുക്ക് ഉപയോഗിക്കാം. നിങ്ങൾ ഈ കൊഞ്ചുമാങ്ങ വെച്ച് നോക്കുക. എന്നിട്ട് ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഇതിന് മുകളിൽ തന്നെ ഇപ്പോൾ എണ്ണ ഇങ്ങനെ മുകളിൽ ദിപ്പുണ്ട്. അപ്പോൾ വേണമെങ്കിൽ ഇനിയും പച്ച വെളിച്ചെണ്ണ ചേർത്താൽ മതി, അതിൻ്റെ ആവശ്യമില്ല. കറിവേപ്പിലയും ചേർത്ത് ഇത് ഉപയോഗിക്കാം. താങ്ക് യു.